ഹലോ ഗായ്സ്, ഇന്ന് നമുക്കില്ലേ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ? ക്രിസ്മസ് ഒക്കെ വരാറായില്ലേ? അപ്പോൾ നമുക്ക് അതായത് നോൺ ആൽക്കഹോളിക് ആയിട്ട് എന്താ പറയുക, നല്ല അടിപൊളിയായിട്ടുള്ള ഒറിജിനൽ പ്ലം കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത് നമ്മൾ ആൽക്കഹോളൊന്നും ചേർക്കാണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ഇപ്പം നമുക്ക് ഇന്ന് പ്ലം കേക്ക് കഴിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്, ട്രസ്റ്റ് മീ. നല്ലൊരു പ്രീമിയം പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് നമ്മൾ ഓരോ ബൈറ്റ് കഴിക്കുമ്പോഴും ഇത് ഉണ്ടാക്കിയതിനെ ഓർത്തിട്ട് നമ്മളിങ്ങനെ സന്തോഷിക്കും. അത്രയും അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പം 1/4 കപ്പ് ഡേറ്റ്സ് ഉണ്ടല്ലോ, ഈത്തപ്പഴം, അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ കിസ്മിസ് ഉണ്ടല്ലോ, നമ്മുടെ പായസത്തിനൊക്കെ ഇടുന്ന കിസ്മിസ്, അതും ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് ബ്ലാക്ക് റൈസൻസ് ആണ്, കറുത്ത മുന്തിരി, കുരുവില്ലാത്തത് കേട്ടോ. അപ്പോൾ അതും 1/2 കപ്പ് എടുത്തിട്ടുണ്ട്, അത് കൂടുതൽ വേണം കേട്ടോ. പിന്നെ വേണ്ടത് ടൂട്ടി ഫ്രൂട്ടിയാണ്, അതും ഞാൻ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ചെറീസ് എടുത്തിട്ടുണ്ട് കേട്ടോ, അതും ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആദ്യം തന്നെ തയ്യാറാക്കി വെക്കാം. ഇനി നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മുഴുവൻ ഡ്രൈ ഫ്രൂട്ട്സും നമ്മൾ ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ ഇപ്പം കാഷ്നട്ട് ഇപ്പം ഇടുന്നില്ല കേട്ടോ, അത് നമ്മൾ അവസാനമായിട്ടാണ് ഇടുന്നത്. ഇനി ഇതിലേക്ക് 3/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓറഞ്ച് ജ്യൂസ് ഉണ്ടല്ലോ, നമ്മൾ ഓറഞ്ച് പ്യൂരി എന്നെല്ലാം പറയുന്നില്ലേ, നമ്മൾ 1-2 ഓറഞ്ച് എടുത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഓറഞ്ച് ജ്യൂസ് കിട്ടും. അതിലൊന്നും ചേർക്കുന്നില്ല കേട്ടോ, പ്യുവറാണ്. ഇപ്പം നാരങ്ങയൊക്കെ പിഴിയില്ലേ, അതുപോലെ ഓറഞ്ച് നന്നായിട്ട് പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3/4 കപ്പോളം കിട്ടും കേട്ടോ. അത് നമ്മൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം 1/2 മണിക്കൂർ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പം ഇത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഓറഞ്ച് ജ്യൂസിലാണ് ഇത് സോക്ക് ചെയ്യുന്നത്. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. ഏറ്റവും ബെറ്റർ അലുമിനിയത്തിൻ്റെ പാത്രം എടുക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്തുള്ള അലുമിനിയത്തിൻ്റെ പാത്രമല്ല, ഒരു കോലായിന്, അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. ഇതുപോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പഞ്ചസാര നന്നായിട്ടൊന്ന് കാരമൽ ചെയ്യാം. ഏകദേശം എനിക്കൊരു 10 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് കാരമലായിട്ട് കിട്ടാൻ. അപ്പോൾ പെട്ടെന്ന് കാരമലാവാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ടിട്ട് ചൂടാക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പഞ്ചസാര മൊത്തം കരിഞ്ഞു പോവും, കേക്ക് ഭയങ്കര കയ്പ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതാ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യാം. അതിനുശേഷം ഫ്ലെയിം ലോയിലാക്കുക. എന്നിട്ട് 1/2 കപ്പ് പച്ചവെള്ളം ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് വെള്ളം, സാധാരണ പച്ചവെള്ളം, എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് 2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ കട്ട പിടിച്ചിനല്ലോ ഷുഗറല്ലോ, അതിൻ്റെ ഒന്നും പേടി വേണ്ട കേട്ടോ. അതെല്ലാം നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റ് തിളപ്പിക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് മെൽട്ടായിക്കൊള്ളൂ കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽട്ടായി നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് നമ്മൾ ആദ്യം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ ഓറഞ്ച് ജ്യൂസിൽ, അതങ്ങനെ തന്നെ നമുക്ക് ഈ ഒരു കാരമലിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഫുള്ളായിട്ട് ഓറഞ്ച് ജ്യൂസോടെ തന്നെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളപ്പിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റും. അപ്പോൾ ഇതാ ഈ ഒരു പരുവാകും കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 മിനിറ്റ് തിളപ്പിച്ചിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചാൽ ഇതാ ഈ ഒരു പരുവത്തിൽ കിട്ടും. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നന്നായിട്ട് ഇതിൻ്റെ ചൂട് മൊത്തം പോകണം കേട്ടോ. ചൂട് മൊത്തം പോയിട്ട് വേണം നമ്മൾ ഇനി കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാൻ. അപ്പോൾ ഇത് ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഷുഗറൊക്കെ പൊടിച്ചിട്ട് വരാം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക, അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4 ഗ്രാമ്പും അതുപോലെ തന്നെ ചെറിയ കഷ്ണം പട്ടയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. നമ്മൾ ഈ 2 സ്പൈസസ് മാത്രമേ ഈ ഒരു പ്ലം കേക്കിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഇത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ റിച്ച് പ്രീമിയം, അതായത് നമ്മൾ ഒത്തൻറ്റിക് ആയിട്ടുള്ള പ്ലം കേക്ക് കഴിക്കുന്ന ആ സെയിം ടേസ്റ്റ് തന്നെ ഇതിൽ വെച്ചിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക്
മൈദയെല്ലാം അരിച്ചെടുക്കാം. ഡ്രൈ ആയിട്ടുള്ള ബൗളിൻ്റെ മേലെ ഒരു അരിപ്പ വെച്ചിട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒരൊറ്റ തവണ അരിച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഒരുപാട് തവണയൊന്നും അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബട്ടർ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയം ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു കേക്കിന് ഉണ്ടാവാം. അപ്പോൾ 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കുക. അത് നല്ല സോഫ്റ്റ് ആയിരിക്കണം, റൂം ടെമ്പറേച്ചറിലും ആയിരിക്കണം. അത് നമുക്ക് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലത്തെ ബീറ്റർ ഉണ്ടെങ്കിൽ നല്ലത്, അതല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇനി ബട്ടർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് ബട്ടറും പഞ്ചസാര പൊടിച്ചതും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിച്ച് കഴിഞ്ഞാൽ റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ട നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഓറഞ്ച് ജസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടല്ലോ, അത് വിളയിച്ചെടുത്തതാണ്. അത് നമ്മുടെ ബേക്കിംഗ് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. അതിന് 35 മറ്റുമാണ് രൂപയുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കേക്ക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, നല്ല ഫ്ലേവർ ഉണ്ടാകും. അപ്പോൾ അതുണ്ടെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇനി അതൊരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു മുട്ടയും ബട്ടറും ഒക്കെ നല്ല രീതിയിൽ മിക്സ് ആവുന്ന രീതിയിൽ ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിസ്കിലാണെങ്കിൽ ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കാരമൽ ഡ്രൈ ഫ്രൂട്ട്സ് സിറപ്പ് ഉണ്ടല്ലോ, അത് നമുക്കിതിലോട്ട് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് എഗ്ഗൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത സമയത്ത് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കാരമൽ സിറപ്പ് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മൈദ മിക്സിൻ്റെ പകുതി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ. അതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ നല്ല ടേസ്റ്റ് കിട്ടുകയും ചെയ്യും, ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല മോയിസ്റ്റ് ആവുകയും ചെയ്യും നമ്മുടെ കേക്ക്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ബീറ്ററിൻ്റെ സഹായത്തോടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു മൈദയും ഇതൊക്കെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ പരുവം കണ്ടോ. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിതിലോട്ടാണ് നട്ട്സ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ 1/2 കപ്പ് കാഷ്നട്ടാണ് ചേർക്കുന്നത്. നമുക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടും ചെയ്യാം. അപ്പോൾ എനിക്ക് പൊതുവേ ഇഷ്ടം കാഷ്നട്ടാണ്. ഇതിൽ നമുക്ക് ബദാം, പിസ്ത അല്ലെങ്കിൽ വാൽനട്ട് അങ്ങനത്തെ ഒരുപാട് നട്ട്സ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ആഡ് ചെയ്തെന്നുള്ളൂ. എനിക്ക് പൊതുവേ നട്ട്സിൽ കാഷ്നട്ടാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ 1/2 കപ്പ് കാഷ്നട്ടും കൂടി ചേർത്തിട്ട് നമുക്കൊരു സ്പാച്ചുലയോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ബാറ്ററിൻ്റെ ആ ഒരു പരുവം കണ്ടോ, എന്താ പറയുക, ഫ്ലോയിങ് കൺസിസ്റ്റൻസി അല്ല, ഇതുപോലത്തെ വിട്ട് വിട്ട് വരുന്ന ആ ഒരു ബാറ്ററിൻ്റെ പരുവാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ബാറ്ററൊക്കെ റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് കേക്ക് ടിന്നാണ്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഇതുപോലത്തെ അലൂമിനിയത്തിൻ്റെ കേക്ക് ടിൻ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പോളച്ചെമ്പുണ്ടല്ലോ, ആ ഒരു ചെമ്പിലും നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ ആ ഒരു പോളച്ചെമ്പിലും നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 7 ഇഞ്ചിൻ്റെ 1 kg ടിന്നിലാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. അത് ഞാൻ ഓയിലൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പറൊക്കെ വിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്ററി ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ലെവലാക്കിക്കുക. അതിന് ശേഷം നമുക്കൊരു സ്ക്യൂർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ. എയർ ബബിൾസിൻ്റെ പ്രശ്നങ്ങളൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ജസ്റ്റ് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യണ്ടേ. നമുക്കിത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടൊക്കെ ഗാർണിഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കാഷ്നട്ടും ബ്ലാക്ക് റൈസൻസും കൂടി വെച്ചിട്ടാണ് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു ബാറ്ററിൻ്റെ ഇതെന്ന് പറയുന്നത് 1 kg ആ ഒരു ബാറ്ററാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ 1 കിലോ പ്ലം കേക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 160ൽ ഞാനൊരു 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പം നമ്മുടെ പ്ലം കേക്കിൻ്റെ ആ ഒരു പരുവം നിങ്ങൾ ശ്രദ്ധിച്ചോ? നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓവനിലാണെങ്കിൽ 35 മിനിറ്റും ഓവൻ ഇല്ലാണ്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ എടുക്കും കേട്ടോ ഇതൊന്ന് ബേക്കായി കിട്ടാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വേവാൻ നല്ല പണിയുണ്ട്. ഒന്നാമത് ഇത് ലൂസായിട്ടുള്ള ആ ഒരു ബാറ്റർ അല്ലല്ലോ, നല്ല തിക്കായിട്ടുള്ള ബാറ്റർ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇത് വേവാനും നല്ല പണിയുണ്ട്. അപ്പോൾ ഓവനിൽ 35 മിനിറ്റും ഓവൻ ഇല്ലാണ്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 1 മണിക്കൂറും എടുക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ചൂട് നന്നായിട്ട് പോയതിന് ശേഷം മാത്രം കേക്ക് ടിന്നിൽ നിന്ന് റിമൂവ് ചെയ്യുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ മാത്രമേ നമുക്ക് പൊടിഞ്ഞു പോകാത്ത കേക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചൂടോടെ നമ്മളിത് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കേക്ക് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചൂടൊരു 3/4 ഭാഗം പോയാൽ നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അതിൽ നമ്മളിത് സെയിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലം കേക്കിൻ്റെ ആ ഒരു മോൾഡ് കിട്ടും, അതിൽ തന്നെ ബേക്ക് ചെയ്തിട്ട് റാപ്പ് ചെയ്തിട്ട് നമുക്ക് സെയിലൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് വീട്ടിൽ ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഞാനതങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ പുറത്തൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹോം ബേക്കർ ആണെങ്കിലും ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാകും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ കരിഞ്ഞു പോകാൻ പാടില്ല, അത്രയേ ഉള്ളൂ. അത് ഓക്കെ ആണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പ്ലം കേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നല്ല അടിപൊളിയായിട്ടുള്ള മോസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കേക്കാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനുസ് വേൾഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.